എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ്. ഇത് പ്രധാനമായി നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനും കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനും അവരുടെ അറിവിലേക്കാണ്. നമുക്കറിയാം, നാം രാവിലെ ഉണരുമ്പോൾ ഒന്ന് റോഡിലിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതായത് കേരള ലോട്ടറിയുടെ ടിക്കറ്റ് വിൽക്കുന്നവർ. വളരെ ദുഃഖം തോന്നാറുണ്ട്. ഇതിലേറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്ട് 70 വയസ്സിനടുപ്പിച്ച് പ്രായമുള്ളവരാണ്. നിർധനർ, ശരിക്ക് ആരോഗ്യക്കുറവുള്ളവർ, പ്രായമായവർ, വികലാംഗർ, ഇതിലെല്ലാം ഉപരിയായി കണ്ണ് കാണാത്ത അവരും ഈ കൂട്ടത്തിൽപ്പെടുന്നു. ഇവർ ഓരോ വ്യക്തികളുടെയും പിന്നാലെ പോയി സാർ ഒരു ലാട്ടറി അങ്ങനെ 100 വരെ കണ്ടെത്തുമ്പോൾ കഷ്ടിച്ച് 3, 4, 5 പേർ ടിക്കറ്റ് എടുത്തുന്നവരാണ്. എന്നാൽ ഇവർ തുടങ്ങുന്ന യാത്ര രാവിലെ 7 മണി മുതൽ രാത്രി വൈകുന്നേരം എപ്പോൾ തീരുമെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. ഇവരെത്ര കിലോമീറ്റർ നടക്കുന്നു അതും അറിയില്ല. ഈ കാലാവസ്ഥകളെല്ലാം അതിജീവിച്ചുള്ള ഇവരുടെ ആ നടത്തിയൊക്കെ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നും. എന്നാൽ ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എല്ലാവരും വിസ്മരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടു നടക്കുന്ന ടിക്കറ്റിൻ്റെ സിംഹഭാഗം ലാഭവും ഗവൺമെൻറ് വാങ്ങി അത് പല കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ കാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന തുകയുടെ വലിയൊരു പങ്ക് നമ്മുടെ കേരള ലോട്ടറിയിൽ കൂടെ കിട്ടുന്നതാണ്. അതും ഈ നിർധനരായ പാവം പിടിച്ച് കഷ്ടപ്പെടുന്ന ഇവർ കൊണ്ട് നടത്തി സെയിൽ ചെയ്യുന്ന ടിക്കറ്റിൽ കിട്ടുന്ന ലാഭമാണ്. നമ്മളൊന്ന് ഓർക്കണം. ഇനി ഇതിൽ മറ്റൊന്നുള്ളത്, ഇവർ എത്ര ടിക്കറ്റ് ഒരു ദിവസം വിൽക്കാൻ സാധിക്കും അറിയാൻ പറ്റില്ല. കഷ്ടിച്ച് ഒരു പക്ഷേ ഇവർക്ക് 50 ടിക്കറ്റ് വിൽക്കാൻ പറ്റും. 50 കുറച്ച് കൂടുതലും. 100 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ചിലവർക്ക് അത് വിൽക്കണം. എന്നാൽ ശരാശരി ഇവർക്ക് മാക്സിമം ഒരു 50 ടിക്കറ്റ് കൂടുതൽ വിൽക്കാൻ പറ്റില്ല. ഈ 50 ടിക്കറ്റ് കിട്ടുമ്പോൾ ഇവർക്ക് ഒരു ടിക്കറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഇവരുടെ കമ്മീഷൻ എന്ന് പറയുന്നത് വെറും 6 രൂപ 20 പൈസ സംതിങ്. അപ്പോൾ ഇവർക്ക് 50 ടിക്കറ്റ് കിട്ടുമ്പോൾ ഇവർക്ക് കിട്ടുന്ന കേവലം 300 ചില്ലറ രൂപയാണ്. ഈ 300 ചില്ലറ രൂപ കൊണ്ട് ഇവരെന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അവർക്ക് ഭക്ഷണം കഴിക്കണം, ചില രോഗികളുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങണം, വീട്ടിൽ എന്തെങ്കിലും അവർക്ക് സഹായിക്കണം. കാരണം ഇതിൽ ഒരു ചിലരുണ്ട്, മക്കൾ അന്വേഷിക്കാത്ത ചില ഭാഗ്യഹീനരുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങണം, ഭക്ഷണം വേണം. ഇതെല്ലാം അവർക്ക് അവസാനം നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമാണ്, ഒരു സെക്ഷനാണ് ഈ ലോട്ടറി വിൽപ്പന. വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരു കയ്യിൽ ഒരു ബോർഡിൽ ടിക്കറ്റ് വെച്ച് സാർ എന്ന് വിളിച്ച് പോകുമ്പോൾ വളരെ ദുഃഖം തോന്നും. ഞാൻ പലപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ പറ്റിയാണെങ്കിൽ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ആ ഏറ്റവും പ്രായം ചെന്ന വികലാംഗരാണെങ്കിൽ അവർ കണ്ണു കാണാൻ പോയി അവരിൽ നിന്ന് ഞാനൊരു ടിക്കറ്റ് എടുക്കും. കാരണം ആ ടിക്കറ്റ് എടുക്കുന്നത് ഇവരിലുപരി ആ ടിക്കറ്റിൻ്റെ സെയിലിൻ്റെ ബെനിഫിറ്റ് പോണത് നിർധനരായ ആൾക്കാർക്കും രോഗികൾക്കും വേണ്ടി ഗവൺമെൻറ് ചാനലിൽ കൂടി അതിനെ അവർ സെയിൽ ചെയ്യുന്നു, അവർ കിട്ടുന്നു. ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ ദിവസവും ഇത്രയും ബുദ്ധിമുട്ടി ഈ ടിക്കറ്റുകൾക്ക് സെയിൽ ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ വളരെ കുറവാണ്. അതിന് പ്രധാന കാരണമുണ്ട്. ഇവർ വിൽക്കുന്ന ഒരു ടിക്കറ്റിന് നമ്മുടെ ധനമന്ത്രിയും കൂട്ടരും വാങ്ങുന്നത്
40% GST ആണ്. എന്ത് പരിതാപകരമായൊരവസ്ഥയാണ്. ഇതൊരു ക്രൂരതയാണ്, ഇതൊരു ചതിയാണ്. ഇത്രയും ഇവരെ ഉപദ്രവിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സങ്കടം വരുന്നു. സോ എനിക്ക് ഈ നമ്മുടെ ധനകാര്യമന്ത്രിയോട് പറയാനുള്ള ഒന്ന് മാത്രം, நீங்கள் கேரளத்தில் அந்த ஓகே டைமில் நீங்கள் வந்திருக்கீங்க, எவ்வளோ அழகாக நீங்கள் பேசினேன்னு அன்பாக பேசினீங்க, கை கூப்பி தாய்மார்களே இப்படியெல்லாம் நீங்கள் பேசினீங்கல்ல. ஆனால் தேவி செய்து ஒரு வாட்டி நீங்கள் ஒரு நாளைக்கு கேரளாவில் வாங்க, ஒரு நாளைக்கு இந்த தெருவிலேயே நீங்கள் பாருங்க இவங்க எவ்வளோ அவஸ்தைப்படுறதுன்னு. கண்டிப்பாக நீங்கள் அதை பார்த்தாச்சுன்னா இந்த மாதிரி 40% ஜிஎஸ்டி நீங்கள் வாங்க மாட்டீங்க. தயவு செய்து உங்கள்கிட்ட மன்றாடுறோம், முடிஞ்சால் இந்த 40% ஜிஎஸ்டி வாங்காதீங்க. பாருங்க, வயசான ஆளுங்க, அவங்க எதுக்கும் இல்லை, அவங்க வந்து இவ்வளோ கஷ்டப்பட்டு ஒரு நாளைக்கு எத்தனை கிலோமீட்டர் அவங்க நடக்கிறாங்க, தவிக்கிறாங்க, சாப்பாடு இல்லைங்க. அவங்களுக்கு நிறைய ஆளுங்க சிக்காக உள்ள ஆளுங்க, அங்கே மருந்து வாங்குறதுக்கு தான் 25 ரூபா அப்படியே போகும். இந்த 300 ரூபா 350 ரூபா வச்சு எப்படிங்க ஒரு நாளைக்கு அவங்கள சாப்பிட முடியும், அவங்க குடும்பத்தை பார்க்க முடியும்? ஒரு தெரியும், ஒரு 60-65 வயசு ஆயிடுச்சுன்னா அவங்களுக்கு வேலை பார்க்க முடியாது. என்ன வேலை அடிக்க எதுவுமே கிடைக்காது. அப்போ என்ன பண்ணுவாங்க, ஹோல்சேல் லாட்ரிக்கு அவங்க போயிட்டு டிக்கெட்டு வாங்க, அப்படியே நடந்து சேல் பண்ணுவாங்க. ரொம்ப கஷ்டமாக இருக்குது. ஸோ உங்கள் மேலே ரொம்ப மதிப்பு இருக்குது, நல்லவங்க நீங்கள் வந்து உங்களை நல்ல பேர் இருக்குது உங்களுக்கு. ஆனால் இதை கொஞ்சம் பாருங்கள், இன்றைக்கி இந்த லக்ஸுரி டாக்ஸ் மாதிரி 40% ஜிஎஸ்டி இந்த பாவங்களோட இவங்கள்ட்ட இருந்து நீங்கள் சார்ஜ் பண்ணுறது கொஞ்சம் யோசனை பண்ணுங்க. இதெல்லாம் ரொம்ப கஷ்டமான ஒரு இதுங்க. அதனால் முடியுமாண்ணா நீங்கள் ஒரு நாளைக்கு நீங்கள் அடிக்கடிக்கு வருவீங்க, நீங்கள் வந்து இந்த கேரளாவை பாருங்கள், இங்கே எவ்வளோ பிரமாதமாக அங்கே இது சொன்ன நோக்குக்கூலியை பற்றியெல்லாம் நீங்கள் பேசினீங்க இல்லை, இவ்வளோ நல்லா இருக்குது. அது நல்லது, நீங்கள் சொன்னதெல்லாம் உண்மை. ஆனால் உங்களுக்கு தெரியாத சில உண்மைகள், அதைத்தான் நான் இப்போ உங்கள்கிட்ட சொன்னது. நீங்கள் என்ன ஒரு நல்ல பொசிஷனில் அமைச்சராக இருக்கீங்க, இந்த டைமில் நீங்கள் என்ன ஹெல்ப் பண்ண முடியுமோ அது பண்ணித்தான் ஆகணும். நீங்கள் எப்படியாவது யாராவது இந்த வீடியோ உங்கள்கிட்ட அனுப்பி தந்தேன்னா இதை கொஞ்சம் கேளுங்க, நிதானமாக உட்காந்து கேளுங்க. நாங்கள் வேறு எதுவுமே சொல்லலை. இது வந்து ஒரு பாம்புட ஏழைகளான அவங்களுக்கு வேண்டி நீங்கள் செய்யக்கூடிய ஒரு நல்லொரு வேலை. தேவி செய்து கொடுங்க. അത് மாதிரி தான் ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവരോടും പറയുന്നു, നിങ്ങൾ നെക്സ്റ്റ് ടൈം എപ്പോൾ ഡൽഹിയിൽ പോയാലും താങ്കൾ ദയവ് ചെയ്ത് ഈ ഒരു വിവരം ശ്രീമതി നമ്മുടെ ഈ നിർമ്മല സീതാരാമൻ അവരോട് പറയുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ 40% GST ഒഴിവാക്കാൻ അങ്ങ് ആത്മാർത്ഥമായി ശ്രമിക്കണം. കാരണം അങ്ങാണ് ഇപ്പോൾ ഇവിടുത്തെ ധനകാര്യവും കേരളത്തിൻ്റെ ധനകാര്യവും കൈകാര്യം ചെയ്യുന്നത്. സോ പ്ലീസ് ഒരിക്കലും മറക്കാതെ ഈ ഒരു വിശേഷം നിങ്ങൾ അവരുമായി പങ്കുവയ്ക്കണം. ഇത് കുറയ്ക്കുക, ഇവരുടെ കമ്മീഷനെക്കുറിച്ച് ഹൈക്ക് ചെയ്യുക, അവർക്ക് ചെയ്യുന്നതിൻ്റെ കൂലി അവർക്ക് കിട്ടണം. ശ്രീ വി ഡി സതീശൻ അവരോട് താഴ്മയായി പറയുന്നു, പ്ലീസ് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഡൽഹിക്ക് പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റർ ധനകാര്യമന്ത്രിയോട് നിങ്ങൾ പുട്ടപ്പ് ചെയ്യണം, സംസാരിക്കണം. അവർ തീർച്ചയായിട്ടും അത് കൈക്കൊള്ളും. ഷീ ഈസ് ഹാവിങ് എ വെരി ഗുഡ് ഹാർട്ട്. ഷീ വിൽ സപ്പോർട്ട് ദ പീപ്പിൾ, ദ പുവർ പീപ്പിൾ. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് സമീപ ഭാവിയിൽ താങ്കളുടെ ഡൽഹി വിസിറ്റിന് ശേഷം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. കാണാം വീണ്ടും എൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ. സാധിച്ച ആൾക്കാർ ഇതെല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാനും
പൊളിറ്റീഷ്യനും MLA മാരും MP മാരും ഒന്ന് ശ്രദ്ധിച്ചാലും. താങ്ക് യു. ഞാൻ GK തുമ്പക്കാരൻ.